വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ദേവികുളം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ദേവികുളം ജോയിന്റ് RTO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിഷേധ സമരം സംഘടനാ ജില്ലാ പ്രസിഡന്റ് റഫീഖ് ഉടുമ്പന്നൂർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ വാഹനങ്ങളിലെ RC ബുക്കും ഡ്രൈവിംഗ് ലൈസൻസും അച്ചടി നിർത്തിവെച്ചുകൊണ്ട് വാഹന വിപണിയെ തകർച്ചയിലേക്ക് സർക്കാരും മോട്ടോർ വാഹന വകുപ്പും തള്ളിവിടുന്നുവെന്ന് ആരോപിച്ചാണ് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. പ്രശ്ന പരിഹാരം ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച ദേവികുളം ജോയിന്റ് RTO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് സംഘടനാ ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിഷേധ സമരം സംഘടനാ ജില്ലാ പ്രസിഡന്റ് റഫീഖ് ഉടുമ്പന്നൂർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഗവൺമെന്റിന് എതിരെ ഈ നടപടിക്രമങ്ങൾക്കുമെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ഇന്ന് ദേവികുളം ഈ വരുന്ന 6-ാം തീയതി ദേവികുളത്ത് നടത്തുന്ന ഈ പരിപാടി ബഹുജന റാലിയും RTO ധർണയും അതിനുശേഷം ഇത് ജില്ലാ തലങ്ങളിലും ഇനി ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് വീണ്ടും ഇതേ രീതിയിലുള്ള സമീപനം ഗവൺമെന്റ് പാലിച്ചാൽ സെക്രട്ടേറിയറ്റ് കേരളത്തിലുള്ള മുഴുവൻ വാഹന ബിസിനസ്സിൽ ഉൾപ്പെട്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും കൂട്ടിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടുള്ള വമ്പൻ പ്രക്ഷേപണത്തിലോട്ട് ഈ സംഘടന മാറും. കേരളത്തിലെ വാഹനങ്ങളിലെ RC ഡ്രൈവിംഗ് ലൈസൻസ് അച്ചടി നിലച്ചിട്ട് മാസങ്ങളായി. ഇത് വാഹന വിപണിയെയും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും പ്രതികൂലമായി ബാധിക്കുകയാണ്. 4 ലക്ഷത്തോളം RC ഡ്രൈവിംഗ് ലൈസൻസുകളാണ് അച്ചടിക്കാതെ കിടക്കുന്നത്. ഇതിന് ബന്ധപ്പെട്ടവർ ഉടനടി പരിഹാരം കാണണമെന്നും ഇല്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സമരത്തിന്റെ ഭാഗമായി അടിമാലിയിൽ ബഹുജന പ്രക്ഷോഭ റാലിയും സംഘടിപ്പിക്കും. അസോസിയേഷൻ ഭാരവാഹികളായ MM നവാസ്, അസീഫ് പാറേക്കാട്ടിൽ, ജിജിൻ VJ, അബ്ദുൽ അസീസ് അമ്പഴച്ചാൽ, ചാക്കോ VJ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.